RSSുമായിട്ട് BJPയുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ പാർട്ടി UDFിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കോൺഗ്രസ്സാണ്. അതിന് പല ഘട്ടത്തിലായി നേതൃത്വം കൊടുത്തത് VD സതീശനുമാണ്. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വാർത്ത കേട്ടു. ഒരു നേതാവ് പറയുകയാണ്, അത് ലീഗ് നേതാവാണ്. അദ്ദേഹം പറയുന്നത് തൃശ്ശൂരിൽ BJP ജയിക്കാൻ കാരണം CPIMൻ്റെ നിലപാട് കൊണ്ടാണെന്ന്. ഇവിടെ 2 പ്രാവശ്യമാണ് BJP അസംബ്ലിയിലും പാർലമെൻറ്റിലും ജയിച്ചത്. ഒന്ന് O രാജഗോപാലൻ നേമത്ത്, മറ്റൊന്ന് സുരേഷ് ഗോപി തൃശ്ശൂർ. നേമത്ത് ജയിച്ച ആ ജയം പൂട്ടിച്ചത് CPM ആണ്. എല്ലാവർക്കും അറിയാലോ, CPM ആണ്. ഇനിയിപ്പോൾ തൃശ്ശൂർ പൂട്ടിക്കണം. അതും പൂട്ടിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയായിരിക്കും. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് കാര്യമായ ഒരു കാര്യവും നേടാൻ ആ തൃശ്ശൂർ 7 മണ്ഡലത്തിലും സാധിച്ചിട്ടില്ല. കോൺഗ്രസിൻ്റെ 84,000 വോട്ടാണ് കുറഞ്ഞത്. എന്നിട്ട് ലീഗ് നേതാവിനും കോൺഗ്രസ് നേതാക്കന്മാർക്കും ഇത് മനസ്സിലാകുന്നില്ല. 84,000 വോട്ട് ഒറ്റ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് കുറഞ്ഞു. ആ കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് 74,000 വോട്ടിന് BJP ജയിച്ചു. ഞങ്ങൾക്ക് 16,000-ലധികം വോട്ട് കൂടുതൽ കിട്ടി. 16,000-ലധികം വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടി. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് 84,000 വോട്ടിൻ്റെ കുറവാണ്ടായേ. അപ്പോൾ ആരാ BJPയെ ജയിപ്പിച്ചത്? കേട്ടോ, ഞാൻ പറഞ്ഞത് കേട്ടു. ആരാ ജയിപ്പിച്ചത്? ഇതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. 84,000 വോട്ടിൻ്റെ കുറവുണ്ടാവുകയും ജയിച്ചിരുന്ന UDF 3ാം സ്ഥാനത്തേക്ക് പോവുകയും എന്നിട്ട് അവിടെ BJP ജയിക്കുകയും ചെയ്തു. അപ്പോൾ 74,000 വോട്ട് ജയിച്ചു. 84,000 വോട്ട് കോൺഗ്രസിൻ്റെ വോട്ടാണ്. പരമാവധി വോട്ട് അവർക്ക് കിട്ടി. ഞങ്ങൾക്കാണെങ്കിൽ വോട്ട് കുറഞ്ഞിട്ടുമില്ല. ഞങ്ങൾ 16,000 വോട്ട് കൂടുതൽ പിടിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇത്രയും എല്ലാം കാര്യം പറഞ്ഞാൽ കോൺഗ്രസ്സിന് മുണ്ടാട്ടില്ല കേട്ടോ. അന്നേരം റിപ്പോർട്ടുകാരന് ഇതൊന്നും പറയാനുമില്ല. പറയണം ഇത് ഇങ്ങനെയാണെന്ന്. ആയില്ല, ഇനി ഒന്നും കൂടി പറയട്ടെ. നേമത്തെ കാര്യം കൂടി പറയാം. നേമത്ത് UDFിൻ്റെ വോട്ട് 29,000 കുറഞ്ഞു. UDFിൻ്റെ വോട്ട് 29,000 കുറഞ്ഞു. UDFിൻ്റെ സ്ഥാനാർത്ഥി കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. രാജഗോപാലൻ ജയിച്ചു. മറ്റാരുണ്ട് LDF അല്ലാതെ?